ആ എന്തൊക്കെ ചെയ്യണേ എങ്ങനെ പിടിക്ക അപ്പൊ ഈ മീനിനെ വെച്ചിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്യണേ, ഞാനും അമ്മയും മീനാട്ടും കൂടി. അപ്പൊ ഈ മീൻ നമ്മളെ വീട്ടിലുള്ളതല്ലമ്മ? വീട്ടിലുള്ള മീനാട്ടോ. ചെറുതായപ്പോൾ വാങ്ങിക്കൊണ്ടു. ഇപ്പൊ അത്യാവശ്യത്തിലേറെ വലുപ്പമായിന്. ഇത് മാത്രമൊന്നും അല്ലേന്നില്ല കേട്ടോ, കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിന്ന് 2 വെച്ചിട്ടാണ് ചെയ്യണേ. ഒന്നിന് ഞാൻ അപ്പുറത്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചാടും ഇങ്ങനെ പിടിച്ചാൽ മതില്ലേ? അമ്മ ചാടി. ഈ മീനിന്റെ പേരെന്തായിരുന്നു? നട്ടർ. അതിന് ശ്വാസം കിട്ടാത്ത ചാടിയാണ്. എത്ര കിലോ ഉണ്ട്? നമ്മള് മീനിനെ ഗ്രില്ല് ചെയ്തെടുക്കല്ലേ, അപ്പൊ കുറച്ച് കനലുണ്ടാക്കണേ. ഈ ചിരട്ടയൊക്കെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ കനലുണ്ടാക്കണം. നമുക്ക് മീനിനൊക്കെ വൃത്തിയാക്കി എടുക്കല്ലമ്മ. ഇത് പിടിച്ചാലത് കയ്യിൽ നിന്ന് വഴുക്കാറേ അതങ്ങനെ വഴുക്കൂലേ. അപ്പൊ ഇതിനൊരു ഐഡിയ ഉണ്ട്, വെണ്ണൂറ് അതിനത് വഴുക്കി കളിക്കും. നമ്മള് പുഴമീനൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം. മീനൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യാം. മറ്റേ കത്തിയാണോ? കിട്ടുന്നുണ്ടല്ലേ? പിടിച്ചാൻ കിട്ടില്ലേ? വഴുക്കലുണ്ടാവൂലേ? അതാണ്. രണ്ടാൾ കൂടി മത്സരിച്ച് മീനിന്റെ ചെതുമ്പലൊക്കെ കളയാണ്. നല്ല വെള്ള കളറാവൂലേ അമ്മ അത്? ഒഴിച്ചുതരാം. ഇപ്പൊ മീൻ നമ്മള് കുറച്ച് പ്രാവശ്യം കഴുകിയില്ലട്ടാ. ഇനി എന്താ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞിട്ട് വെട്ടിയെടുക്കട്ടോ. വലിയ മീൻ വെട്ടില്ല വെട്ടിയിട്ട് കൊണ്ടുവരലല്ലേ വലിയ മീനായാലും. എല്ലാം വൃത്തിയാക്കി തരും കടക്കാര്. പക്ഷെ മത്തി മാത്രമല്ല നന്നാക്കി തരില്ല. അല്ലാത്തതൊക്കെ എത്ര നേരം എന്തെങ്കിലും ഇത്ര പെട്ടെന്ന് അവര് നന്നാക്കറിയോ? അതിന് വലിയ പരിചയമല്ല. നമുക്കിതൊക്കെ നല്ലൊരു മസാല ഉണ്ടാക്കണ്ടേ. അപ്പോൾ കുറച്ച് പച്ചക്കുരുമുളക് വറക്കുക കേട്ടോ. അപ്പോൾ വെട്ടി ക്ലിയറാക്കി വെച്ച മീനാണ് കേട്ടോ. കഴുകി കൊണ്ടുവന്നാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകിയാണ്ട് എടുത്തളിഞ്ഞ്. ഏതായാലും നിങ്ങളെ രണ്ടാളെ കൈമിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൈമിലാക്കാറുണ്ടല്ലോ വെച്ചിട്ടാണ്. വെട്ടി മുറിച്ചത് കൊത്തി വരിക്കാതെ കൊത്തി വിട്ടാമിണിയൊക്കെ പോയില്ലേ? ആ വരിഞ്ഞോളി മസാല വെക്കാൻ വേണ്ടി. ഈ വടവിലൊക്കെ മസാല വെച്ച് തേപ്പിക്കല്ലേ? അങ്ങനെ വെച്ചാണ്ട് കിട്ടും. മീനിൽ തേക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ നേരത്തെ പറിച്ച കുരുമുളകില്ലേ, അത് നല്ലോണം അരച്ചെടുക്കട്ടെ. അപ്പം നല്ലോണം കുരുമുളക് പേസ്റ്റ് ആയിട്ടുണ്ട്. അമ്മ ഇനി അതിട്ടോളി കറിവേപ്പില. ഇതിക്കൊരു ആയി അമ്മീമിൽ അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു രസം തന്നെ. ഇപ്പോൾ 2-3 കാന്താരി മുളകും ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കല്ലിൽ ചതച്ചതാണേ, അപ്പോൾ വേണ്ട രീതിയിൽ ചതഞ്ഞില്ല. അപ്പോൾ ഇതും കൂടി ഒന്നും കൂടെ അരച്ചെടുക്കുക. ഇത് ഇഞ്ചി വെളുത്തുള്ളി. ആ അത് ശരി, അത് പറഞ്ഞില്ലല്ലേ ഞാൻ. ഇഞ്ചി വെളുത്തുള്ളി. ഇപ്പം നമ്മൾ അരക്കൽ കഴിഞ്ഞു കേട്ടോ. നമുക്കൊരു വെറൈറ്റി ടേസ്റ്റിനെ തക്കാളി ചുട്ടെടുത്തിട്ടേ അരച്ചെടുക്കാം. ഓക്കെ. തീയെല്ലാം കത്തുണ്ടല്ലോ അല്ലേ? ചുട്ടിട്ട് മസാല കൂട്ടണ കേട്ടില്ലല്ലോ.
മലയാളികൾക്ക് വെറൈറ്റി ആണ് ആവശ്യം. ആയിട്ടില്ല അത്, വെറൈറ്റി കുറച്ചു നേരം കൂടി ആവണം. ഞാൻ പിടിക്കാം. കൈ ചൂടുന്നത് ഇതിൻ്റെ ഈ തോലും ഇങ്ങോട്ട് ഇതായി പോരണം. അതാ പൊട്ടണുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ തക്കാളി ചുട്ടത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞ് കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം, എന്നിട്ട് അരക്കണം. എന്നിട്ട് വേണം അതൊക്കെ പാടെ പൊട്ടിത്തെറിക്കാൻ എൻ്റെ മുഖത്തേക്ക്. എന്തായാലും അമ്മ പറഞ്ഞിരുന്നേ ഒരിക്കലും കുത്തി വെക്കാന്ന്. അവരുടെ വിരുന്നേരം എന്തിനറിയോ? അപ്പം ഇതും കൂടി നമുക്ക് ഇതിക്ക് ഇങ്ങോട്ട് ആക്കട്ടോ. നമ്മൾ അരച്ചെടുത്ത പേസ്റ്റൊക്കെ ഈ വാഴേൻ്റെ ഇലയ്ക്ക് ഇങ്ങോട്ട് തട്ടി കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കാശ്മീരി പൊടി അല്ലേ, ഏത് മുളക് പൊടി ഇടട്ടോ. ഞാൻ ഉണ്ടല്ലോ, കുരുമുളക് ഇട്ടിട്ടുണ്ട്, കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് പുരട്ടി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ആ വെളിച്ചെണ്ണയും ഉപ്പും മുളകും അല്ലേ അമ്മ? നമുക്കൊരു ചെറുനാരങ്ങ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതും കൂടി നല്ല പിഴിഞ്ഞു കൊടുക്കാം. ഇനി മീനുമ്മ തേച്ചോളി. ഇതിൽ മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറായിരുന്നു അടച്ചു വെച്ച് മാറ്റിക്കേട്ടോ. നമ്മളെ കനൽ ഇതാണ് നല്ല പോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് തന്നെ നിൽക്കാൻ വയ്ക്കില്ല. ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ആയിട്ടോ, ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങണേ. ഇത് അടുപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കട്ടോ. അപ്പോൾ ഞാൻ അതൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണേ. ഇതെന്തിനറിയോ? നമ്മളെ മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാനാട്ടോ. ഇപ്പോൾ ഒരു ഭാഗം വെന്ത് തോന്നുന്നുണ്ടല്ലോ കേട്ടാ. ഒന്ന് മറിച്ചിട്ട് നോക്കി. മറിച്ച് വെക്കുമോ? ആ കരിഞ്ഞോ? നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ. അപ്പോൾ നല്ല പുക വരുന്നുണ്ട്. അടിപൊളി സ്മെല്ല്. നമുക്ക് മറ്റേ ഭാഗം എന്തായി നോക്കല്ലേ. അവിടെയും കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ. ഓ കട്ടപ്പൊകയായോ? പുകയ്ക്ക് ലയിക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ്. ആണോ? ഇപ്പം നമ്മളെ മീനിതാ നല്ല പോലെ വെന്തിട്ടുണ്ട്. ശരിക്കും പിടിച്ചോളി. ചൂടില്ലടെ? ചൂടൊന്നും ഏൽക്കൂല. ആണുങ്ങളെ കയ്യും പെണ്ണുങ്ങളെ കയ്യും മാറ്റണ്ടേ? നിങ്ങളെ മന്ദം കൈയല്ലേ? തുറക്കി ചൂടോട്ടോ. അങ്ങനെ ഞങ്ങളെ നെട്ടർ മീനിതാ നല്ല ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഉണ്ടാക്കി ഗ്രില്ല് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. കഴിക്കൂ കഴിക്കൂ. ആദ്യം ഞാൻ കഴിഞ്ഞിട്ടേ കഴിച്ചോക്കാം.
കുരു എടുക്കണ്ട നാരങ്ങൻ്റെ എല്ലാം വന്നിട്ടുണ്ടോ ഇതിലല്ലേ ഇടുക്കി കിച്ചെടുക്ക് കിച്ചെടുക്കിച്ചു ചൂടുണ്ടാവട്ടെ ഞാൻ തടം എടുത്തോട്ട് നിർത്തോ തടം അന്ന് വാങ്ങിക്കും അമ്മ അടിക്കുമ്മ നല്ല രസം കേട്ടോ കിച്ചു തട്ടം എടുത്തരാം ചൂടുണ്ടാവും ഈ ഉള്ളിലേക്ക് കൂട്ടി കഴിക്ക് ചൂടുണ്ട് പിടിക്കും ഞാൻ സൂപ്പറാ നല്ല ഒന്നുണ്ടല്ലേ ഞാനുണ്ട് ചോ സൂപ്പർ അല്ലേ അടിപൊളിയായില്ലേ കിച്ചോ ഉള്ളി കൂട്ടി കഴിച്ചു നോക്കണേ നല്ല പുളി നല്ല രസം കേട്ടോ നല്ല നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല തക്കാളി ടേസ്റ്റ് ഉണ്ട് തക്കാളി തക്കാളി ചുട്ടിട്ടൊരു ചെറിയൊരു പുളിപ്പും ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലോ അമ്മ കഴിക്ക് കഴിക്ക് മണിക്കൂടെല്ലാം കേട്ടോ ആ നല്ല എരിവുണ്ട് കേട്ടോ നമ്മളെ കാന്താരീൻ്റെ ഒക്കെ നമുക്ക് ചെറിയ എരിവ് മതി മീൻ എരുവ കാന്താരീൻ്റെ ഉണ്ടോ ഇതുണ്ടോ കണ്ടാരി കണ്ടാരി അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും കണ്ടോട്ടെ ഈ ഒരു മീൻ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു മസാലയിൽ സാധാരണ മീൻ നമ്മൾ വീട്ടിൽ വറക്കൂലേ അതുപോലെ വറുത്തൊക്കെ ഉണ്ട് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഈ ഒരു ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തൊട്ട് കൊടുക്കുക എന്നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ നിർത്താണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ മുള്ളാണ് ഇവിടെ മുള്ളു നല്ല ഉണ്ടല്ലോ അമ്മ ഈ സൈഡിലൊക്കെ കൊണ്ട് പൊയ്ക്കതില്ലോ ചിന്നൂനൊന്നുമില്ല വീഡിയോക്ക് നിൽക്കാത്തവർക്ക് മുള്ളു മാത്രം ബാക്കി മനുവിനും ചിന്നൂനും മുള്ളു മാത്രം നിങ്ങൾ ഈ മുള്ളു കഴിച്ചിട്ട് സംതൃപ്തി അടഞ്ഞോളൂ ഇവിടെ വേറൊന്നുണ്ട്